ഫ്രണ്ട്സ്, എല്ലാവർക്കും പാറൂസ് മാജിക്കിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പാസ്ത റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. ഞാൻ നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താണെന്നൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒനിയനും അതുപോലെ തന്നെ ചെറിയൊരു ടൊമാറ്റോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുസീലി പാസ്തയാണ് കേട്ടോ. നമുക്ക് ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇത്തിരി ഉപ്പും ഓയിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ പാസ്ത ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചോളൂ. പാസ്ത പെട്ടെന്ന് വേവുന്ന ഒന്നാണ്. നമുക്കിനി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിലേക്ക് ഇടാം. അതൊന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള പെട്ടെന്ന് വേവാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടേക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അതൊന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. അത് കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇടാം. വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1-1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഇടാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ ചില്ലി സോസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഫുസിൽ പാസ്ത ഇടാം കേട്ടോ. പാസ്ത ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഡിഷിലേക്ക് മാറ്റാം നമുക്ക്. അത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിഷാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. വളരെ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ ടേസ്റ്റി ഡിഷ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. Thank you. Take care.